നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം, അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്, അൺസ്കിൽഡ് ജോബാണോ അതോ സ്കിൽഡ് ജോബാണോ കിട്ടാൻ എളുപ്പം, ഏതൊക്കെ തരത്തിലുള്ള വർക്ക് പെർമിറ്റുകളാണ് അയർലൻഡിൽ ഉള്ളത്, അത് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം, ഇനി ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, അയർലൻഡിൽ ഒരു ജോലി കിട്ടിയാൽ ഫാമിലിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. ഏതൊക്കെയാണ് സ്കിൽഡ് ജോബുകൾ, അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ജോലികൾ അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോലികൾ ഏതൊക്കെയാണ്, ആദ്യം നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിൽ വരാൻ പറ്റുന്ന ജോലികളെ കുറിച്ചും അതിൻ്റെ വർക്ക് പെർമിറ്റ് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചും നോക്കാം. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി, അതായത് UK, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, മറ്റ് ഇതര യൂറോപ്യൻ രാജ്യങ്ങൾ, എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പോയി സെറ്റിലാവാനായി ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട്? ഒരുപാട് ആളുകൾ ഏജൻസികളെ ആശ്രയിക്കുന്നുണ്ട്. 99% ഏജൻസികളും ആളുകളെ കബളിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഗൾഫ് നാടുകളിലുള്ള പല ഏജൻസികളും ആളുകളെ ഇങ്ങനെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികളിലേക്ക് റിക്രൂട്ട് ചെയ്ത് പണം തട്ടുന്നതായി ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ പല വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിലും വന്ന് പലരും കമൻ്റായി ഇടാറുമുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ എങ്ങനെ അയർലൻഡിലേക്ക് നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് സംഘടിപ്പിച്ച് വിസ അപ്ലൈ ചെയ്ത് കയറി വരാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോകളും കണ്ട് നൂറുകണക്കിന് ആളുകൾക്കാണ് ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ തന്നെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത്. അങ്ങനെയുള്ളതിൽ പലരും ഇവിടെ വന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്കും അതിന് കഴിയും. അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയും വേണം. പലരും അയർലൻഡിൽ എത്തുന്നത്, ഉദാഹരണം, നേഴ്സായി, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ IT പ്രൊഫഷണലുകൾ, അങ്ങനെ നിരവധി പേർ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് വഴി എത്താറുണ്ട്. മറ്റു ചിലർ സ്റ്റുഡൻറ് വിസയിൽ വന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഇവിടെ സെറ്റ് ആവാറുമുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആയി അതിനുശേഷം ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നവർക്ക് നല്ല ജോലി കിട്ടി സെറ്റിലായവരെയും നമുക്കറിയാം. പിന്നെ ഒരു കൂട്ടർ ജനറൽ വർക്ക് പെർമിറ്റിൽ, അതായത് കൂടുതൽ ആളുകളും വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ മേഖലയിലാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അഥവാ HCA എന്ന കാറ്റഗറിയിൽ അവരൊക്കെ തന്നെ നാട്ടിൽ ഏജൻസിക്ക് ഒരുപാട് പൈസ കൊടുത്ത് കയറി വന്നവരാണ്. അന്നവർക്ക് കൊടുത്ത ഒരു മോഹന വാഗ്ദാനമുണ്ടായിരുന്നു, 1 വർഷം കഴിഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട്. 1 വർഷം കഴിഞ്ഞ് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ വലിയ ചതി മനസ്സിലായത്. അതായത് 1 വർഷം കഴിഞ്ഞാൽ സ്പൗസിനെ മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന്. ഇനി കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും എക്സ്ട്രാ ആയി ആഴ്ചയിൽ ഇത്രയധികം സാലറി കിട്ടണമെന്ന നിയമവും ഇവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ ആളുകളും ഇതുവരെ ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയാതെ ഇവിടെ ബുദ്ധിമുട്ടിൽ ആണ്. എന്നിരുന്നാലും ഫാമിലി റീയൂണിഫിക്കേഷനെ കുറിച്ച് കൂലങ്കക്ഷമായ ചർച്ചകൾ പലയിടത്തായി നടക്കുന്നു എന്ന് വേണം കരുതാൻ. എല്ലാവർക്കും അവരവരുടെ ഫാമിലിയെയൊക്കെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെ അയർലൻഡിൽ ഒരു വർക്ക് പെർമിറ്റ് കിട്ടും എന്ന് നോക്കാം. ഞാൻ പറയാൻ പോകുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള പെർമിറ്റിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ അൺസ്കിൽഡ് ജോബ് വർക്ക് പെർമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും, ഇവിടെ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ് എന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അതായത് അയർലൻഡിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ കമ്പനികളിലേക്ക് ഒരാളിനെ ആവശ്യമുണ്ട് എങ്കിൽ അത് ഏത് ജോലികളും ആകാം, സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ്. സാധാരണഗതിയിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അതായത് നഴ്സിംഗ് അല്ലെങ്കിൽ IT, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ജോലികൾ, ഇതൊക്കെ ക്രിട്ടിക്കൽ സ്കില്ലിലാണ് വരുന്നത്. എന്നാൽ ഒരുപാട് ജോലികൾ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്നുണ്ട്. ഇതിൽ പ്രധാനം ഹോട്ടൽ ഫീൽഡിലുള്ള ജോലികളാണ്. അത് റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷെഫ് ആകാം, കൂടാതെ ബാർ അസിസ്റ്റൻ്റ് ആവാം.
ഇതുകൂടാതെ നല്ല ബേക്കറികളിലോ അല്ലെങ്കിൽ കേക്ക് പേസ്ട്രീസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആകാം, അത് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ജോലി കിട്ടാനും എളുപ്പമാണ്. ഈ ജോലികളൊക്കെ പറയാൻ കാരണം ഇവിടെ അയർലൻഡിൽ ഇങ്ങനെ വന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടും അവരോട് സംസാരിച്ചിട്ടുള്ളതും കൊണ്ടും മാത്രമാണ്. വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വേക്കൻസികളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ വെബ്സൈറ്റുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ് ആവശ്യമായി വരുന്നത്. അയർലൻഡിൽ ഒരു വേക്കൻസി ഉണ്ടാകുമ്പോൾ അവർ ഇത് പല സൈറ്റുകളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലോക്കൽ ന്യൂസ് പേപ്പറുകളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. ഈ പരസ്യങ്ങൾ കണ്ട് ആരെങ്കിലും ഇവിടെ, അതായത് അയർലൻഡിലുള്ളവരോ അല്ലെങ്കിൽ അയർലൻഡിന് പുറത്ത് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളവരോ, അതുമല്ലെങ്കിൽ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ആരെങ്കിലുമോ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേക്കൻസി തീർന്നു. എന്നാൽ ഈ പരസ്യം കൊടുത്ത് 4 ആഴ്ചയ്ക്കകത്ത് ആരും വന്ന് ജോയിൻ ചെയ്തില്ല എങ്കിൽ അവരത് ഇൻ്റർനാഷണൽ ആളുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അവിടെയാണ് നമ്മുടെ സാധ്യത തെളിയുന്നത്. നമ്മൾ ഇങ്ങനെ കാണുന്ന വേക്കൻസികളൊക്കെ നമ്മൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദിവസം അവരുടെ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടും. അത് ഉറപ്പാണ്. അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ ആ ഓഫർ ലെറ്റർ വെച്ച് നമുക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനും പറ്റും. അതിനൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ പ്രധാന ജോബ് സെർച്ചിങ് സൈറ്റുകളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം വരെയുള്ള നിയമം അനുസരിച്ച് ഇങ്ങനെ വരുന്നവർക്ക്, അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക് 30,000 യൂറോ വരെ പ്രതിവർഷം സാലറിയായി കൊടുക്കണം എന്നും ഉണ്ട്. മാത്രമല്ല അടുത്ത വർഷം മുതൽ അത് 34,000 ആക്കുമെന്നും ഒരു ശ്രുതിയുണ്ട്. അങ്ങനെ നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും അവരും ചില കാര്യങ്ങൾ വർക്ക് പെർമിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ധരിപ്പിക്കേണ്ടതായി ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റിൻ്റെ പ്രൂഫ്. അതായത് ഞങ്ങൾ 4 ആഴ്ച മുമ്പ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിരുന്നു, ഞങ്ങൾക്ക് ആളിനെ കിട്ടാഞ്ഞത് കൊണ്ട് ഞങ്ങൾ മറ്റൊരു രാജ്യത്തു നിന്നും മറ്റൊരാളെ എടുക്കുന്നു എന്നുള്ള രീതിയിൽ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 4 to 6 വീക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റ് കിട്ടുന്നതായിരിക്കും. വർക്ക് പെർമിറ്റിൻ്റെ ഒരു കോപ്പി നമുക്കും മറ്റൊരു കോപ്പി എംപ്ലോയർക്കും കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് വിസ അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഇനി വിസ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിനു വേണ്ടുന്ന ഡോക്യുമെൻറ്റുകൾ താഴെ പറയുന്നവയാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഡേറ്റ് ഇട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടാവണം. മാത്രമല്ല അതിൽ 2 പേജെങ്കിലും ബ്ലാങ്ക് ആയിട്ട് ഉള്ളതും ആയിരിക്കണം. 2 റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ടായിരിക്കണം. 3.5 by 4.5 സൈസിൽ ഉള്ളതായിരിക്കുകയും വേണം. അടുത്തത് റെസിഡൻസ് പെർമിഷനാണ്. പിന്നീട് വേണ്ടുന്നത് ഏതെങ്കിലും വിസ നിങ്ങളുടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അടുത്തത് പ്രോസസ്സിംഗ് ഫീസാണ്. ഏകദേശം 100 യൂറോ വിസയ്ക്കുള്ള ചാർജും PFS സെൻറ്ററിൽ സർവീസ് ചാർജായി 40 യൂറോ കൂടെ ചേർത്ത് അടയ്ക്കേണ്ടി വരും. പിന്നീട് വേണ്ടുന്നത് വർക്ക് പെർമിറ്റാണ്. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, അതായത് ജോബ് ഓഫർ ലെറ്ററാണ്. കൂടാതെ ഒരു ലെറ്റർ കൂടി നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നും നിങ്ങൾ വാങ്ങേണ്ടതാണ്. അതിൽ ആരാണ് നിങ്ങളെ അയർലൻഡിലേക്ക് വിളിക്കുന്നത് അവരുടെ സിഗ്നേച്ചർ ഇട്ട ലെറ്റർ ആയിരിക്കണം. കൂടാതെ നിങ്ങളുടെ പൊസിഷൻ, സാലറി, കൂടാതെ അവർ നിങ്ങൾക്ക് എടുത്തു തന്ന അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, കൂടാതെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇതും ആവശ്യമായിട്ടുണ്ട്. വിസ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ലിസ്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച കൊണ്ട് നിങ്ങളുടെ വിസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറി വരാനും സാധിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 9 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറെ മാറി പുതിയ ജോലിക്ക് കയറുന്നതിനും ഇപ്പോൾ നിയമം അനുവദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ആദ്യം കിട്ടുന്നത് 2 വർഷത്തെ വർക്ക് പെർമിറ്റ് ആയിരിക്കും. അങ്ങനെ 2 വർഷത്തെ സമയം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരു 3 വർഷം കൂടി വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും പറ്റും. നല്ല എംപ്ലോയറൊക്കെ ആണെങ്കിൽ അവർ തന്നെ അതിൻ്റെ ഫീസ് അടയ്ക്കുന്നതും ആയിരിക്കും. അങ്ങനെ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അയർലൻഡിൽ PR കിട്ടുന്നതിനും നിയമം അനുവദിക്കുന്നുണ്ട്. അയർലൻഡിൽ PR കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പൗരന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും.
അങ്ങനെ 5 വർഷം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഐറിഷ് സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിനും സാധിക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ ജോബ് സെർച്ചിങ് സൈറ്റുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.